മോളെ, നീ ഭീമന്റെ കഥ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആകാംക്ഷയോടുകൂടി പറഞ്ഞു, കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് രഞ്ജിനിയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രഞ്ജിനി. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു മാഡം. ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല. 2 പേർക്കും പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഹോർമോണൽ ചേഞ്ചസോ മറ്റോ ആകാം കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ ഭർത്താവ് നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ സൂപ്പർവൈസറാണ്. അതുകൊണ്ട് ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. 2-3 ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ എന്നെയും കൊണ്ടുപോകാറുണ്ട്. ഞാനാണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രമോ അങ്ങനെ എന്തെങ്കിലും വിശേഷമായ കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അല്ലെങ്കിൽ പറയും, നിങ്ങൾ പോയി താമസിച്ച് വരാൻ. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ചോദിക്കും, എടേ നിൻ്റെ ഭർത്താവ് മാസത്തിൽ കുറേ ദിവസം എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, ഏതെങ്കിലും ലോഡ്ജിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും തങ്ങുന്നത്. അങ്ങനെ പോയി നിൽക്കുമ്പോൾ നിനക്ക് വിഷമൊന്നും തോന്നാറില്ലേ? ഞാൻ പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് അങ്ങേരെ ആ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഇത്രയും നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ജോലിയുടെ പാറ്റേൺ മാറ്റാൻ പറ്റുമോ? ഞാനിപ്പോൾ ഭർത്താവിനെ വീട്ടിൽ പിടിച്ചു വെച്ചിട്ട് എന്ത് ഗുണം? അങ്ങനെ പോകാനുള്ളത് എവിടെ വെച്ചാണെങ്കിലും പോകില്ലേ? അപ്പോൾ നീ അത്രയ്ക്ക് റിലാക്സ്ഡ് ആണോടി നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ? എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് വരാൻ താമസിച്ചാൽ പോലും പ്രശ്നമാണെന്ന് ചില കൂട്ടുകാരികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ജോലി ചെയ്യേണ്ട ആൾ പോയി ജോലി ചെയ്യട്ടെ. ഇനി അഥവാ എന്തെങ്കിലും നടന്നാൽ തന്നെ നമ്മൾ അറിയാതിരുന്നാൽ പോരെ. ഞാൻ നോക്കിയിട്ട് സംശയാസ്പദമായി എൻ്റെ ഭർത്താവിലൊന്നും കാണാൻ പറ്റുന്നില്ല. സംശയം ഉണ്ടാകുമ്പോൾ വഴക്കുണ്ടാക്കിയ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് അവളുമാരുടെ വായടച്ചത്. സത്യം പറഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങൾക്കെല്ലാം ഭർത്താവ് ഇങ്ങനെ പോയി ദൂരെ താമസിക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. എന്നോട് പക്ഷേ ഭർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ ജോലിയുടെ പാറ്റേൺ ഇങ്ങനെയാണ്, നിനക്ക് പറ്റുമ്പോൾ എൻ്റെ കൂടെ വരാമെന്നും. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ കൂടെ കുറേ അധികം ചുറ്റി അടിച്ചല്ലോ. പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഹോട്ടൽ മുറികളാകാം, ചില സമയത്ത് സുഹൃത്തുക്കളുടെ വീടുകളാകാം. അങ്ങനെയൊക്കെ പോയി പരിചയമുള്ളത് കൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഭർത്താവിന് ദുസ്വഭാവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡിനെ വിളിച്ചത്. അതും ഏകദേശം ഒരു 7-8 മാസത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എടി, നീ വരുന്നോ? ഞാൻ പോകുന്നത് ഫോറസ്റ്റൊക്കെയുള്ള സ്ഥലത്തേക്കാണ്. എൻ്റെ ഫ്രണ്ട്സ് അവിടെയുണ്ട്. നിനക്ക് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ചാടി പുറപ്പെട്ടു. കാര്യം കുറേ നാളായി ഫോറസ്റ്റ് ഭാഗത്തൊക്കെ ഇന്ന് പോയിട്ട്. അവിടേക്ക് ഇന്ന് കാണാമല്ലോ, പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫുമാണ് എന്നെ റിസീവ് ചെയ്തത്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കവിടെ താമസിക്കുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. കാര്യം ആ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്ത ആളാണ്. വീടൊക്കെ ഇനി വേണം ശരിയാക്കാൻ എന്നുള്ള മട്ടിലാണ്. നമ്മളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ആകെ 2 മുറി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങളുടെ ബെഡ്റൂം നിങ്ങളങ്ങ് ഉപയോഗിച്ചോ, ഞങ്ങളിതേ ഇവിടെ സ്വീകരണ മുറിയിൽ കിടന്നോളാമെന്ന്. അപ്പോഴേക്ക് ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞു. ഉടനെ അവർക്കത് സമ്മതമല്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇഷ്യൂസായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊണ്ടുള്ള ഇഷ്യൂസ്. അവസാനം ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ 2 വലിയ കട്ടിൽ ആ മുറിക്കകത്തുണ്ട്. ഞങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരിടത്ത് കിടക്കൂ, ഞങ്ങൾ 2 പേരും കൂടെ ആ മുറിയിൽ തന്നെ ഇപ്പോഴത്തെ കട്ടിലെ കിടന്നാൽ പോരെ, നമുക്ക് 4 പേർക്ക് കിടന്നുറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ രമ്യമായ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞ ശേഷമാണ് അവിടെ ഞങ്ങൾ ഒന്ന് വിശ്രമിച്ചത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ തൊട്ടടുത്ത് ഫോറസ്റ്റാണ്, നോക്കിയാൽ കാണാം. ക്ഷേത്രം ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ്. പ്രകൃതി രമണീയമാണെന്ന് എല്ലാവരും പറഞ്ഞു. ആ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനും ഭാര്യയും പിന്നെ അവരുടെ അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ താരതമ്യേന ചെറുപ്പക്കാരിയാണ്, ചുറുചുറുക്കുണ്ട്. ഞങ്ങൾ ചെന്നത് അവർക്ക് വളരെ സന്തോഷമായി. കാര്യം അങ്ങനെയൊന്നും ആരും അവിടെ ചെല്ലാറില്ല. അവിടുത്തെ അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യം, മോളെ എന്താ വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് സ്പെഷ്യലായി ഞങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ആകെക്കൂടി അവിടെ ഓണത്തിൻ്റെ തകൃതി. എന്തായാലും അവിടെ ആതിഥ്യം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്തിരി പണം കുറഞ്ഞാലെന്താ, സ്നേഹം നല്ലപോലെ ഉണ്ടല്ലോ. പിന്നെ ഭാര്യയും ഭർത്താവിനെ കണ്ടാൽ ശരിക്കും നല്ല സൗന്ദര്യമുള്ള ആൾക്കാർ. ഇത്രയും നല്ല ജോഡിപ്പൊരുത്തം ദമ്പതികൾ തമ്മിൽ ഉണ്ടാകുമോ? അത്ഭുതമാണ്. അത്രയ്ക്ക് സൗന്ദര്യവും ഒക്കെയുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സൗന്ദര്യത്തിൽ അത്ര വലിയ മതിപ്പൊന്നുമില്ല. എൻ്റെ സ്വപ്നത്തിൽപ്പെട്ട ആളൊന്നുമല്ല. എന്നാലും എനിക്കിഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെന്ന് ഭർത്താവിൻ്റെ ഈ സുഹൃത്ത് അജയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ഇമ്പ്രഷൻ തോന്നി. എങ്കിലും ഞാനത് മനസ്സിൽ സൂക്ഷിച്ചു. ഒരിക്കലും മനസ്സ് വേലി ചാടരുതല്ലോ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ ഭർത്താവും അജയേട്ടനും കൂടി അവരുടെ കമ്പനിയിലെ മറ്റു കാര്യങ്ങൾക്കായി പോയി. ഞാനും
പിന്നെ അജേട്ടൻ്റെ ഭാര്യയുണ്ട്, അവിടുത്തെ അമ്മയുമുണ്ട്. അവൾക്കാണെങ്കിൽ കളക്ട്രേറ്റിൽ എന്തോ ആവശ്യത്തിന് പോകണം. ഞാൻ പറഞ്ഞു പോയിട്ട് വാ, ഞാനും അമ്മയും കൂടെ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാം, അമ്പലത്തിൽ പോകാം. അത് അമ്മ തലേദിവസത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു 8:30 കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പോയി. ഞാനും അമ്മയും കൂടെ അമ്പലത്തിലേക്ക് പോകാനിറങ്ങി. അമ്മ എനിക്ക് അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കാണിച്ചു തന്നു. അവിടെ ചെറിയ ചില കാവുകളൊക്കെ ഉണ്ട്, അവിടെ ആദ്യം പോയി. അമ്പലം 12 മണി വരെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ റിലാക്സ്ഡായി അവിടെ എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ അമ്പലത്തിന് സമീപത്തേക്ക് ചെന്നത്. അവിടെയാണെങ്കിൽ ഒരു ഉരുണ്ട പാറ ഇരിക്കുന്നു. അത് കണ്ടാൽ ഒരു നല്ല ഷേപ്പുണ്ട്. ഞാൻ ചോദിച്ചു അമ്മേ നല്ല വിചിത്രമാണല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് മോളെ ഭീമൻ്റെ ഗതയെന്ന് പറഞ്ഞത്. ഇവിടെ അത് പ്രശസ്തമാണ്. ഈ പാറയിലെ ഈ രൂപം കാണുമ്പോൾ പണ്ട് ഭീമൻ ഗത കൊണ്ട് വെച്ചതാണത്രേ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അമ്പല ദർശനമൊക്കെ പൂർത്തിയാക്കി വന്നു. അമ്മ ഉച്ചക്കലത്തേക്കുള്ള കൂട്ടങ്ങളൊക്കെ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. ഞങ്ങൾ രണ്ടുപേരോടെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗീതു വന്നു. ഗീതു എന്നാണ് ആ ചേട്ടൻ്റെ ഭാര്യയുടെ പേര്. അവൾ വന്നിട്ട് പറഞ്ഞു ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം ആകുമ്പോഴേക്കും വേറൊരു സ്ഥലത്ത് പോകാം, നല്ലൊരു വ്യൂ പോയിൻ്റാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ ഞാനും ഗീതും കൂടെ നടക്കാനിറങ്ങി. ഒരു കുന്നിൻ്റെ ചെരിവാണ്, കണ്ടാൽ നല്ല രസമാണ്. വിശാലമായൊരു പാറയും മുനമ്പും. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്തമനം കാണാം. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു. ചേച്ചി കുട്ടികളുണ്ടാകാത്തതിന് നാട്ടുകാർ എന്തെങ്കിലും ചേച്ചി പറയാറുണ്ടോ എന്ന് ചോദിച്ചു. എന്താ മോളെ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളെ ആയുള്ളൂ, എന്നാലും എനിക്കൊരു ഭയമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയി 1-2 വർഷം കുട്ടികൾ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യില്ലേന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യും, ഇപ്പം 2.5 വർഷമായില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ മുറുമുറുപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് മോളെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും ആ പേടിയുണ്ട്. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളല്ലേ ആയിട്ടുള്ളൂ, നീ എന്തിനാണ് അത്ര പേടിക്കുന്നത്, ഇതിപ്പം കുറച്ചാൾ കഴിയുമ്പോഴേക്കും എല്ലാം റെഡിയാകുമെന്ന്. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. എങ്കിലും ആ മൗനത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? 8 മാസം. അല്ല മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ എല്ലാം ഓക്കെയാണെന്ന്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ ഡെസ്പായി സംസാരിക്കുന്നത്? ഇതിപ്പോൾ തുടക്ക കാലഘട്ടമല്ലേ, എത്രയോ നാൾ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കി. അവളുടെ നോട്ടത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് തോന്നി. രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും കേൾക്കാനും ഒക്കെ സ്ത്രീകൾക്ക് വലിയ മിടുക്കാണല്ലോ. ഞാൻ അവളുടെ ചുമലിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു മോളെ എന്തൊരു പ്രശ്നമുണ്ടോ? നീ എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല. എന്താ പ്രശ്നമെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. നിന്റെ കണ്ണുകളിൽ നിന്ന് പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുമെന്ന് പറഞ്ഞു. അവൾ ഇത്തിരി നേരം ഒന്നും സംസാരിച്ചില്ല. ഞാൻ ഒന്നുകൂടി ഉത്തേജിപ്പിച്ചു. പറ മോളെ പറ, ചേച്ചി ഇതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ കാര്യം പറയാം, മറ്റാരോടും ചേച്ചി പറയില്ലെന്ന് എന്നോട് സത്യം ചെയ്യണമെന്ന്. ഞാൻ സത്യം ചെയ്തു. ചേച്ചി ഞങ്ങൾ രണ്ടുപേരുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചേട്ടന് ഈ ജോലി കിട്ടിയിട്ട് ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ. ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പുള്ളിക്കാരൻ കാണാൻ വന്ന ആദ്യത്തെ പെണ്ണാണ് ഞാൻ. എൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ചെക്കനും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. എന്താ മോളെ അവിടുത്തെ അമ്മ എന്തെങ്കിലും പ്രശ്നമാണോ? അയ്യോ അമ്മയൊന്നും പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? ചേച്ചി അസാധാരണമായ ചില പ്രശ്നങ്ങളാണ് എന്നെ വലയ്ക്കുന്നത്. ഇതുവരെയും പ്രവേശനോത്സവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ അതെന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന് കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് ചോദിച്ചു. പേടി എനിക്കുണ്ട്, പക്ഷെ അങ്ങേർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തൊക്കെയോ കണ്ട് ഭയന്ന് ജീവിക്കുകയാണ് ഞാൻ. അദ്ദേഹം പരമാവധി ശ്രമിച്ചു. എനിക്കും ശ്രമിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ശ്രമിച്ചു ചേച്ചി, പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അന്തർവാഹിനി ആഴക്കടലിലേക്ക് പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോളെ അതൊക്കെ നിസ്സാരമല്ലേ, സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലാകും. സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പ്രതീക്ഷകൾ അമിതമായാലോ അപ്പോഴും കാര്യങ്ങൾ റെഡിയാകില്ല. എല്ലാം പാകത്തിന് പാകമായിരിക്കണ്ടേ ചേച്ചി? ഇത് പക്ഷേ അങ്ങനെയല്ല.
ചേച്ചിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യകാലങ്ങളിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും മോളെ ഒരു 2-3 മാസം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ബുദ്ധിമുട്ടുകളാണല്ലോ പിന്നീട് നമുക്ക് സന്തോഷമായി വഴിമാറുന്നത്. എനിക്കത് ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ കൂട്ടുകാരോട് 2-3 പേരോടൊക്കെ ചോദിച്ചു. പക്ഷേ അവർക്കാർക്കും ഇതിനുള്ള നിവൃത്തി പറയാനില്ല. ഡോക്ടറെ പോയി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനൊട്ട് സമ്മതിക്കുന്നുമില്ല. ഇങ്ങനൊരു മനുഷ്യന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്കരെയുമല്ല ഇക്കരെയുമല്ല. ഞാൻ പറഞ്ഞു, ശരിയാ മോളെ, ഇത് വല്ലാത്തൊരവസ്ഥയാ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാ ആശ തീരുന്നല്ലേ? ഈ ആശ തീരില്ല മോളെ. കണ്ടാൽ ഏതൊരാളും നോക്കിപ്പോകും. പക്ഷേ നോക്കിയത് കൊണ്ട് ഒരു ഗുണമില്ലല്ലോ ചേച്ചി. ആ അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, ഇതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിനോട് പറയും. അങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട ചേച്ചി, ചേച്ചിയോട് ഞാനത് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, പ്രശ്നങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ മോളെ? അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയില്ല. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 3-4 വർഷമായാലും ഇവിടെ ഒന്നും നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ ആളുകളെല്ലാം ഞങ്ങളെ പഠിക്കാൻ തുടങ്ങും. എനിക്കിതിപ്പോഴേ പേടിയേ ചേച്ചി. അത് ശരിയാ മോളെ, ഇവിടെ എല്ലാം ഉണ്ടായിട്ടും ഞങ്ങളെ പഠിക്കുന്നുണ്ട്. അപ്പം മോളുടെ കാര്യം എങ്ങനെയായിരിക്കും? പതുക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം മോളെ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ മുഴുവൻ എൻ്റെ മനോമുകുരത്തിൽ വേറെന്തൊക്കെയായിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുണ്ട്. സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോൾ അത്ഭുതവും ആവേശവും ഒരു കുളിരും തോന്നി. പൊതുവെ വളരെ കുളിരാർന്ന പ്രദേശമാണ് അത്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വന്നു പറഞ്ഞു, എടി ഇന്ന് മാത്രം ഇവിടെ തങ്ങിയാൽ മതി. ഇന്നലെ രാത്രി വന്നു നമ്മളിവിടെ തങ്ങി, ഇന്നും തങ്ങാം. നാളെ നമുക്ക് ഒരു ലോഡ്ജിൽ പോകാം. നമ്മൾ ഇവിടെ ഉള്ളത് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇങ്ങനൊരു സെറ്റപ്പിൽ നമ്മൾ കഴിഞ്ഞിട്ടില്ലല്ലോ. വേറെ ആളുടെ ബെഡ്റൂമിൽ അതും 2 കട്ടിലുകൾ മാറ്റിയിട്ട് അത് ശരിയാകില്ല. അവിടെ പ്രൈവസിക്ക് അത് പ്രശ്നമാകും. നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായി. 2-3 ആഴ്ച ഇല്ലായിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അവരങ്ങനല്ലല്ലോ, ചെറുപ്പക്കാരല്ലേ, ആവേശം കാണില്ലേ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് മുഴുവൻ കഥകൾ പൊട്ടി നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് ഭർത്താവ് ഞെട്ടി എന്നെ നോക്കി. നീ എന്താ ഉദ്ദേശിച്ചത്? എന്ത് നടക്കുന്നില്ലെന്ന്? ഞാൻ ആ കൂടി വല്ലാതായി. ഈ രഹസ്യം ഇപ്പം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ, പറയടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവല്ലേ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഞാനൊക്കെ പറഞ്ഞു. അത് കേട്ട് പുള്ളി മൂക്കത്ത് വിരൽ വെച്ചു. എടി അവനെ കണ്ടാൽ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനാ, ചിലപ്പോൾ വലിയ വീരശൂര പരാക്രമിയാണെന്ന് പറയുന്ന ആളുകളുടെ വാളും പരിചയമൊന്നും കാണില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന്. പക്ഷേ അവരായിരിക്കും ശരിക്കും വറുത്ത് എന്ന് പറഞ്ഞു. ഭർത്താവിനെ അടിപിടി നോക്കി. നീ എന്നെ ഊതിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഊതാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ 2 പേരും നല്ല പൊരുത്തമായിട്ടല്ലേ പോകുന്നത്. ഇവിടെ ഇപ്പോൾ എന്ത് വലിയ കാര്യമാണെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടോ? അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ശരിക്കും അവൻ്റെ ആൻറ്റിയാണ് കല്യാണം കഴിക്കേണ്ടത്. ആൻറ്റിയോ? 2-3 കുട്ടികളൊക്കെ ഉള്ള സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ. നിങ്ങളെന്താ മനുഷ്യ വലിയൊരു കാര്യം പറഞ്ഞപ്പം കളിയാക്കി സംസാരിക്കുന്നത്? ഇത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. മനുഷ്യർക്ക് സന്തോഷം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ അവിടെ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ കളിയാക്കരുത്. ഇപ്പോൾ ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമമായിരിക്കും. അത് വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആ ചേട്ടനോട് പതുക്കെ സംസാരിക്കുക. സംസാരിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും പുള്ളി ഈ പ്രശ്നം പറയും. ഈ പ്രശ്നം പറയുമ്പോഴേക്കും പുള്ളി കണ്ണ് നിർബന്ധിക്കുക, ഒരു ഡോക്ടറെ കാണാൻ. ഡോക്ടറെ കാണാൻ ഡോക്ടർ എന്ത് ചെയ്യാനാ? ഡോക്ടർമാർക്ക് അതിനുത്തരം കാണും. ഭാര്യയും ഭർത്താവും കൂടെ ഡോക്ടറെ കാണട്ടെ. അല്ലാതെ അവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടറെ കാണില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് 2 പേരെയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അവർക്കൊരു സമാധാനമാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും മനുഷ്യ. അല്ലാതെ കേട്ടപ്പം വെറുതെ ചിരിക്കാതെ എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. കാര്യം എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുളിരും
തളരുമാണെന്നുള്ളത് എൻ്റെ ഭർത്താവ് അറിയാൻ പാടില്ല. മറിച്ച് ഞാൻ ഉത്തരവാദിത്വമുള്ള ഒരു ചേച്ചിയുടെ കടമ നിർവഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആരോടും യാതൊരു താല്പര്യമില്ല. ഞാൻ ഒരു ശീലാവതിയാണ് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പെട്ടെന്ന് ഗൗരവത്തിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം മോളെ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഭർത്താവിന് നുള്ളു കൊടുത്തു. നല്ല മനുഷ്യൻ, നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ. ദേ, പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും എത്ര സ്നേഹത്തോടുകൂടിയാണ് അവർ പെരുമാറുന്നത്. നിങ്ങളിത് ഗൗരവമായി എടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനങ്ങനെ ചെയ്യാടി. ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നുകയും അതുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചതാണെന്ന് പറഞ്ഞു. എന്തായാലും ഭർത്താവ് അത് നന്നായി മാനേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കാര്യം പുള്ളി ഇത്തിരി കാര്യഗൗരവം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ സംസാരിച്ച് മേല് കഴുകാൻ എൻ്റെ ഭർത്താവ് കോമൺ ബാത്റൂമിലേക്ക് പോയി. അവിടെ ബാത്ത് അറ്റാച്ച്ഡ് റൂമല്ല, കോമൺ ബാത്റൂമാണുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, വീടിൻ്റെ പുറകുവശത്ത് 2-3 തുണികൾ ഞാൻ നനച്ച് വിരിച്ചിരുന്നു. രാത്രി മഞ്ഞ് വീണ് അതെല്ലാം നനയില്ലേ, എന്തായാലും ഉണങ്ങി കാണുമായിരിക്കാം, എടുത്ത് അകത്തിടാം, എൻ്റെ ബാഗ് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴില്ലേ, അവിടെ അജയേട്ടൻ അലക്കുകാലിൻ്റെ അവിടുത്തെ പൈപ്പിൽ നിന്ന് വെള്ളം ദേഹത്തേക്ക് കോരി ഒഴിച്ച് നന്നായി കുളിക്കുന്നു. ദൈവമേ, ഈ തണുത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ പച്ചവെള്ളത്തിൽ കുളിക്കുന്നത് എന്ന് ഞാൻ ദൂരെ നിന്നുകൊണ്ട് ഓർത്തു. പക്ഷേ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അഴയുടെ അവിടെ ചെന്നിട്ട് എൻ്റെ വസ്ത്രങ്ങൾ എടുക്കാൻ നേരത്ത് ഞാൻ അങ്ങോട്ടേക്ക് പാളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വസ്ത്രങ്ങൾ എടുത്തിട്ട് പോരാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എന്തോ ഒരു കൗതുകം എനിക്ക് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അജയുടെ എന്നെ കാണുന്നില്ല. കാര്യം ഷാമ്പു ഒക്കെ തേച്ച് സോപ്പൊക്കെ തേച്ച് ഭയങ്കര കുളിയാണ്. വെള്ളം എടുത്ത് ഒഴിക്കുന്നു. അതിന് ശബ്ദം തന്നെ കേൾക്കാം. പക്ഷേ കുറച്ച് നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ നിമിഷം എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് തോന്നി. കാര്യം പുള്ളി ഇതിനിടയ്ക്ക് തോർത്തൊന്ന് ശരിയാക്കി നിവർത്തി ഉടുത്തു. എൻ്റെ ഭാഗ്യരേഖ ജാതകം ഞാൻ തെളിഞ്ഞു കണ്ട നിമിഷമായിരുന്നു. പലപ്പോഴും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് നേരിൽ കാണുമ്പോൾ ഉണ്ടാകേണ്ടതല്ല. ഇവിടെ പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന സ്വപ്നമുഖങ്ങളാണ് എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത്. ഞാൻ സ്തബ്ധയായെങ്കിലും ആഹ്ലാദചിത്തയായി പെട്ടെന്ന് അവിടുന്ന് മാറി. പുള്ളിക്കാരൻ എന്നെ കണ്ടുവെന്ന് പോലും അറിയില്ല. എനിക്ക് അകത്ത് ചെന്നപ്പോൾ വിയർക്കുന്നു, നെഞ്ചിടിപ്പ് കൂടി, ഇരിക്കപ്പുറതയില്ല. ആകെ ഞാൻ സ്വപ്നവലയത്തിൽ പെട്ടുപോയി. വേറൊരുത്തിക്ക് ബുദ്ധിമുട്ടായ കാര്യം എനിക്കെന്തിനാണ് ഇത്രയും ആഹ്ലാദമുണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഇവിടുന്ന് നാളെ പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ അരുതാത്ത വേലിക്കെട്ടുകൾ ഞാൻ അടിച്ചു വാരും എന്ന് തോന്നിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഗീതു എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്കാണെങ്കിൽ ഡേറ്റ് ആയി കേട്ടോ, അതുകൊണ്ട് ഞാൻ അമ്മയോടെ പോയി കിടക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ. ഇനിയിപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ബെഡ്റൂമിൽ അങ്ങ് കിടന്നോ, ചേട്ടനാണെങ്കിൽ ദേ ഇവിടെ സ്വീകരണ മുറിയിൽ അവിടുത്തെ സോഫയിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹവും നേരത്തെ പോയി കിടന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് 2 സ്ഥലങ്ങളായിട്ട് പോയി. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല. ചീവിടകൾ എവിടെയോ കരയുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. കാട്ടിൽ എവിടെയോ ഒരു കൊമ്പൻ, അതും ഒറ്റക്കൊമ്പൻ, ചിഹ്നം വിളിച്ച് അലറി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാകുമോ എന്ന് ഭയന്നു പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഞാൻ കുറേ നേരം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 12:15. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആന വന്ന് കുത്തിയാലും രാവിലെ എഴുന്നേൽക്കുള്ളൂ, എനിക്കറിയാമല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ബാത്റൂമിൽ നിന്ന് പോയേക്കാം എന്ന് വിചാരിച്ചാൽ ഇറങ്ങി. അപ്പോൾ അരണ്ട വെളിച്ചമുണ്ട് സ്വീകരണ മുറിയിൽ. അജയേട്ടൻ ഉറങ്ങുകയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വെറുതെ നോക്കി നിന്നു. ഗാഢമായ നിദ്രയാണെന്ന് എനിക്ക് തോന്നി. എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സ് ആകെ മാറി. ഒരു സ്ത്രീയും അങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഞാൻ അടുത്ത് ചെന്ന് കുറേ നേരം നോക്കി നിന്നു. എൻ്റെ കൈകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. പക്ഷേ പുള്ളിക്കാരൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാനും ഞെട്ടിപ്പോയി. എന്താ ഇവിടെന്ന് പതുക്കെ ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നോട് എന്താന്ന് കൂടുതൽ തവണ ചോദിച്ചപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് പരവശയായി ഞാൻ സോഫയുടെ സൈഡിൽ അങ്ങിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പതുക്കെ ഞാൻ അയാളുടെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ തെരിപ്പിടിപ്പിക്കാൻ തുടങ്ങി. പുള്ളി എന്നോട് പറഞ്ഞു, ഇത് വേണ്ട, ഇത് പ്രശ്നമാകുമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകില്ല, എൻ്റെ ഹസ്ബൻഡ് ഉറക്കം എനിക്കറിയാമല്ലോ, ഒരു കുഴപ്പവുമില്ല. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ എന്ന് പറഞ്ഞതും പെട്ടെന്ന് ചേട്ടനും ഒരു മാറ്റമുണ്ടായതുപോലെ. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? സർവ്വവിദ്യകളും ഞാൻ പഠിച്ചവളെപ്പോലെ പെരുമാറി. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യാനാണ്? എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി.
പിന്നെ എൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എനിക്കും എല്ലാ കാര്യങ്ങളിലും ഓക്കെ ആകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഉൾക്കൊള്ളലുകൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത വളരെയധികം അകന്നിറഞ്ഞ സംതൃപ്തികൾ അനുഭവപ്പെടുന്ന അനവധി സായുജ്യ നിമിഷമായി. പക്ഷേ എവിടെയോ എന്തോ ശബ്ദം കേട്ടു. അപ്പോൾ എല്ലാം തടസ്സപ്പെട്ടെങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾക്ക് പ്രയാസമാണ്, പക്ഷേ ദൈവം എനിക്കൊരു പ്രയാസവുമില്ലാത്ത പാതകളാണ് ഒരുക്കി തന്നിരിക്കുന്നത്. അത് അതിശയകരവും അത്ഭുതവും തന്നെ. ഞാൻ പാതി നിരാശയായി ഉറങ്ങിപ്പോയി. പക്ഷേ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും നിഗൂഢമായ ഒരു വലയം ഞങ്ങളെ രണ്ടുപേരെയും ചൂഴ്ന്നു നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. പൂർത്തീകരിക്കാനുള്ള എന്തോ ഒന്ന് നമ്മളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മളാണ് യഥാർത്ഥ ജോഡികളെന്ന് മനസ്സ് വിളിച്ചു പറയുന്നത് പോലെ തന്നെ. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് അവരെ ഡോക്ടറെ കാണിക്കാൻ പിന്നീട് വിട്ടു. രണ്ടുപേരും കൂടെ പോയി ഗൈനക്കോളജിനെയും മറ്റു ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് കൗൺസിലിംഗ് ഒക്കെ എടുത്തു. അവർക്ക് എന്തൊക്കെയോ ക്രീമുകളോ ജെല്ലുകളോ ഒക്കെ കൊടുത്തു. അതൊക്കെ പിന്നീട് പതുക്കെ ശരിയായി. അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം രണ്ടുപേരും എന്നോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അജയേട്ടൻ എന്നെ വിളിക്കുന്ന കാര്യം എൻ്റെ ഭർത്താവിനും അറിയില്ല, ആർക്കും അറിയില്ല. അത് ഞങ്ങൾ രണ്ടുപേരും നമ്പർ കൈമാറിയുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത്രയും ദൂരത്തിൽ ഇരിക്കപ്പുറതയില്ല. 3 ദിവസം അവിടെ നിന്ന് പരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും 300 കൊല്ലം കഴിഞ്ഞൊരു പ്രതീതി എനിക്കുണ്ടായി. പൂർത്തിയാക്കാത്ത പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാൻ ഏതൊരാൾക്കും താല്പര്യമുണ്ടാകില്ലേ? ഞാൻ അജയേട്ടനോട് പറയാൻ തുടങ്ങി, റിസ്ക് എടുക്കണം, ഇങ്ങോട്ട് വരണം, എവിടെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന്. അങ്ങനെ 10 വട്ടം പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ ആക്കി. ഞാനാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി ടൗണിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി. അന്നാണ് യഥാർത്ഥ തിരികല്ലുകൾ തിരിയാൻ തുടങ്ങിയത്. എല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിലെ ജോഡിപ്പൊരുത്തം ഞങ്ങൾക്ക് മനസ്സിലായി. പ്രണയപൂർവമായ എന്തോ ഒരു അഗാധ ബന്ധം ഞങ്ങളെ ചൂഴ്ന്നുപോയി. പിന്നീട് പുള്ളിക്കാരൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വരുമ്പോൾ എനിക്ക് ചെന്നെത്താവുന്ന ദൂരമാണെങ്കിൽ എന്നെ അറിയിക്കും. ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കളത്തിനെ പറഞ്ഞ് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് 15ാമത്തെ സന്ദർശനം പോലും പൂർത്തിയാക്കി. അത്രയ്ക്കും എല്ലാം മാനേജ് ചെയ്യാൻ എനിക്ക് അകക്കരുത്തുണ്ടായിരുന്നു. പുള്ളിക്കാരനും അങ്ങനെ തന്നെ. എന്തായാലും എൻ്റെ ജീവിതം 2 മാനേജ്മെൻറ്റുകളുമായി ധന്യമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഇതാ മാഡം, സന്തോഷ വർത്തമാനവും എനിക്ക് വെളിവായി കിട്ടി. എല്ലാവരും പറഞ്ഞു ഭർത്താവിന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പക്ഷേ കാരണം എവിടെയാണെന്ന് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതുപോലുള്ള ഒത്തിരി കത്തുകൾ മാഡം വായിക്കുന്നുണ്ടാകും, മറുപടി പറയുന്നുണ്ടാകും. എങ്കിലും ഇതിനിടയ്ക്ക് എൻ്റെ കത്ത് മുങ്ങിപ്പോകരുതേ. ഇത് സന്തോഷത്തിൻ്റെ കത്താണ്. ഇമെയിൽ വായിക്കുമ്പോൾ മാഡം കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കണം. അതാണ് എനിക്കിഷ്ടം. കാര്യം അത്രയും എൻ്റെ മനസ്സിൽ കൊഞ്ചനും കുഴലുമുണ്ട്. ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇത് കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കൊഞ്ചാനും കുഴയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിത്തിരി അപാരമായ റിസ്ക് തന്നെയാണ്. നമുക്കതിനെ അനുകൂലിക്കാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ഒരാളുടെ കഥ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? സന്തോഷമൊന്നുമല്ലേ, ഇത് പ്രശ്നമാണെന്ന് പറയാനും പറ്റില്ല. എന്തായാലും മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യുക, അനുഭവിക്കുക. അതിന് കടന്ന് പെരുമാറുന്നത് പുരുഷന്മാരാണെന്ന് പലപ്പോഴും നമ്മൾ പറയും. എല്ലായ്പ്പോഴും അത് പുരുഷന്മാരാകണമെന്നില്ല. സ്ത്രീകളെന്താ അവരുടെ കൈകൾ പുളി പറിക്കാൻ പോവുകയാണോ? അങ്ങനൊന്നുമില്ല. എല്ലാവരുടെയും ഉള്ളിലും എല്ലാ സ്വഭാവങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓരോ വ്യക്തികളുടെ സവിശേഷ സ്വഭാവം അനുസരിച്ച് അവർ പെരുമാറുന്നതേ ഉള്ളൂ. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നും മിക്കവാറും കാണില്ല. നമ്മൾ പിന്നെ ഒരു കൂട്ടരെ മാത്രം നല്ലവരെന്നും മറ്റൊരാളെ കുറ്റക്കാരെന്നും പറയാൻ പറ്റില്ല. ഇതിൽ 2 പേർക്കും കൈയുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ സ്ത്രീകൾ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോൾ പുരുഷന്മാരെ കുറ്റം പറയല്ലോ. അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റുകൾ ആരെയെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ തെറ്റാണെന്ന് തന്നെ പറയണം.